ഈ സമയം ആ ടേപ്പർ കാർഡിലൂടെ കുയിൽനാദം പോലെ ഇമ്പമാർന്ന ഒരു പെൺസ്വരം ഒഴുകിയെത്തി. ഞാൻ ദേവൂട്ടി. ചെമ്പകശ്ശേരിയിലെ വന്ദനയും ഭർത്താവ് അശോകനും 2.5 വർഷമായി സ്വന്തം മകനായി വളർത്തിവരുന്ന അപ്പു എൻ്റെ കുഞ്ഞാണ്. ഞാൻ നൊന്തു പ്രസവിച്ച എൻ്റെ പൊന്നുമോൻ യദുകൃഷ്ണൻ. ഞാൻ എൻ്റെ മകന് നൽകിയ പേരാണത്. അവൻ്റെ യഥാർത്ഥ അവകാശി ഞാനാണ്, ഞാൻ മാത്രം. അവൾ അത് പറയുമ്പോൾ അവളുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്ന മാതൃവാത്സല്യവും കുറ്റബോധം കൊണ്ടുള്ള ശബ്ദത്തിൻ്റെ ഇടർച്ചയും അതെല്ലാവരും മനസ്സിലാക്കുകയും ഹൃദയമുള്ള ഏതൊരാൾക്കും അത് കേൾക്കുമ്പോൾ വല്ലാത്ത നൊമ്പരം തോന്നിപ്പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്നവരിൽ കുറേ പേരുടെയെങ്കിലും മനസ്സുകളിൽ അങ്ങനെയൊരു നൊമ്പരം ഉണ്ടാകാതിരുന്നില്ല എന്നത് മറ്റൊരു സത്യവുമാണ്. ഈ സമയം ദേവൂട്ടി തുടർന്നുകൊണ്ടേയിരുന്നു. ഇപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരുടെയും മനസ്സുകളിൽ എന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമുണ്ടെന്ന് എനിക്കറിയാം. അതിങ്ങനെയാണെന്നും എനിക്കറിയാം. ഞാൻ നൊന്തു പ്രസവിച്ച ആ കുഞ്ഞിനോട് ഇത്രയും സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ചതെന്ന്, എന്നിട്ടിപ്പോൾ എന്തിനാണ് അന്വേഷിച്ച് വന്നതെന്നും. നിങ്ങളുടെയും ബഹുമാനപ്പെട്ട കോടതിയുടെയും എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരവുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് മുന്നിൽ വന്നു നിൽക്കുന്നത്. എൻ്റെ ജീവൻ്റെ പാതിയായ പൊന്നുമോനെ നഷ്ടപ്പെടുത്തിയത് എന്തിനാണെന്നുള്ള കാര്യം അറിയുന്നതിന് മുമ്പ് നിങ്ങൾ എന്നെ അറിയണം, ഞാൻ ആരായിരുന്നു എന്നറിയണം. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു കഥ പറയാൻ പോവുകയാണ്. അതും എൻ്റെ തന്നെ കഥ. കൃഷ്ണപുരം, അതാണ് എൻ്റെ ഗ്രാമത്തിൻ്റെ പേര്. എൻ്റെ ഗ്രാമത്തെക്കുറിച്ച് പറഞ്ഞാൽ ചെറുതും വലുതുമായ നെൽപ്പാടങ്ങളും അതിനെ തൊട്ടുരുമി ഒഴുകുന്ന ചെറിയ ചെറിയ നീർച്ചാലുകളും കുളങ്ങളും കുന്നുകളും തെങ്ങിൻ തോപ്പുകളും പലവിധം കൃഷികളും ചെറിയ നാട്ടുവഴികളും ആൽത്തറക്കാവുകളും ഒക്കെയുള്ള മനോഹരമായ ഒരു കൊച്ചു ഗ്രാമം. മാത്രമല്ല, ഓരോ ഗ്രാമത്തിനും പുറത്തുനിന്നും ആ ഗ്രാമത്തിലേക്ക് വന്നു പോകുന്നവർക്ക് എന്നും ഓർത്തിരിക്കാൻ പാകത്തിനുള്ള എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കുമല്ലോ. ഇവിടെ എൻ്റെ ഗ്രാമത്തിനും അങ്ങനെയൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല, ആ ഗ്രാമത്തിന് കിഴക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും ക്ഷേത്രത്തോട് ചേർന്നല്ല എങ്കിൽ പോലും ക്ഷേത്രത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള അമ്പലക്കുളവും. അമ്പലക്കുളമെന്ന് വെച്ചാൽ ചുറ്റോടു ചുറ്റ് കൽപ്പടവുകളാൽ പണി കഴിപ്പിച്ച വലിയൊരു കുളം. നീളവും വീതിയും വലുതാണെങ്കിലും അതിൻ്റെ ആഴം അത് അത്ര കണ്ട് താഴ്ചയുള്ളതായിരുന്നില്ല. ആ കുളത്തിനോട് ചേർന്ന് 10 അടി മാറി ഒരു ആൽമരവുമുണ്ട്. ആ ആൽമരം എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രദേശത്തിൻ്റെ പകുതി ഭാഗത്തോളം പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു പടുകൂറ്റൻ ആൽമരം. ആ ആൽമരച്ചുവട്ടിൽ ആളുകൾക്ക് വന്നിരിക്കാൻ പാകത്തിന് പാറ കൊണ്ട് ചുറ്റും കെട്ടിപ്പൊക്കി സിമൻറ്റ് കൊണ്ട് തേച്ചിട്ടിരിക്കുകയാണ്. അതങ്ങനെ ചെയ്തതോ ആ നാട്ടുകാർ ഒന്നു ചേർന്നായിരുന്നു. തീക്ഷ്ണമായ ഉഷ്ണസമയങ്ങളിലും വൈകുന്നേരങ്ങളിലെ സൊറ പറഞ്ഞിരിക്കാനും ഒക്കെയായി ആ നാട്ടുകാർ വന്നിരിക്കുന്ന ഒരിടം കൂടിയായിരുന്നു ആ ആൽമരച്ചുവട്. കൂടാതെ മുൻകാലങ്ങളിൽ ആ നാട്ടിലെ സ്ത്രീകളും പുരുഷന്മാരും അലക്കാനും കുളിക്കാനും ആശ്രയിച്ചിരുന്നതും ആ ആൽമരച്ചുവട്ടിലെ അമ്പലക്കുളത്തെയായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനെല്ലാം മാറ്റം വന്നിരിക്കുന്നു. ഒപ്പം പലതരത്തിലുള്ള പുരോഗതികളും. പുരോഗതി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വൈകുന്നേരങ്ങളിൽ സൊറ പറഞ്ഞിരുന്ന് സംസാരിക്കുന്നതിനിടെ സംസാരത്തിൻ്റെ രസം കൂട്ടാനായി പണം കൊടുത്താൽ ചൂട് കപ്പലണ്ടിയും കടലയും ചുക്കുകാപ്പിയും ചായയും കൂടാതെ പലതരം പൊരിപ്പുകളും ഉണ്ടായിരുന്നു അവിടെ. അതുമാത്രമല്ല, പകൽ സമയങ്ങളിലെ ചൂടിൽ നിന്നും അകറ്റാനുള്ള ഐസ്ക്രീമും നാരങ്ങാ വെള്ളത്തിൽ തുടങ്ങി പലതരം ജ്യൂസുകളും ഇപ്പോൾ അവിടെ നിന്നും ലഭ്യമാണ്. അങ്ങനെ നീളുന്നു എൻ്റെ നാട്ടിലെ വിശേഷങ്ങൾ. ക്ഷേത്രത്തിന് പടിഞ്ഞാറു ഭാഗത്തായിട്ടായിരുന്നു എൻ്റെ അഗ്രഹാരം. ശ്രീകൃഷ്ണ ഭഗവാനെ മാത്രം ജപിച്ചും ഭഗവാന്റെ മുന്നിൽ സങ്കടങ്ങളും സന്തോഷങ്ങളും അടിയറവ് വെച്ചും ജീവിക്കുന്ന 45ഓളം വരുന്ന കുടുംബങ്ങളുണ്ട് ആ അഗ്രഹാരത്തിൽ. അതിലെ 11-ാം നമ്പർ വീടായിരുന്നു എൻ്റേത്. ഞാനും എൻ്റെ അപ്പ കൃഷ്ണദേവയ്യരും അമ്മ സുബ്ബലക്ഷ്മി അമ്മാളും അനുജത്തിമാരായ അശ്വതിയും അപർണയും, അങ്ങനെ ഞങ്ങൾ 5 പേർ അടങ്ങുന്നതായിരുന്നു എൻ്റെ കുടുംബം. സംഗീത അധ്യാപകനായ എൻ്റെ അപ്പ ആ ഗ്രാമത്തിനകത്തും പുറത്തും പോയി കുട്ടികളെ പാട്ടുപഠിപ്പിച്ച് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലായിരുന്നു ഞങ്ങളുടെ കുടുംബം പുലർന്നു പോയിരുന്നത്. സംഗീതം ഒരു ഉപാസനാമൂർത്തിയാക്കി ജീവിക്കുന്ന അപ്പ അത് മറന്നിട്ട് മറ്റൊരു തൊഴിലിനും പോയിരുന്നില്ല. അഗ്രഹാരത്തിലെ പലരും മറ്റു പല തൊഴിലുകൾക്കും പോകുന്നവരായിരുന്നു. പക്ഷേ അപ്പ മാത്രം അതിന് പോയിരുന്നില്ല. സംഗീതം, അതായിരുന്നു അപ്പായ്ക്കെല്ലാം. അഗ്രഹാരത്തിൽ അങ്ങനെ മറ്റു
തൊഴിലുകൾക്ക് പോകുന്നവരിൽ പലരും അപ്പാവോട് "അപ്പായ്ക്ക് 3 പെൺമക്കളല്ലേ, ഇങ്ങനെ സംഗീതം മാത്രം തൊഴിലാക്കി കണ്ട് ജീവിക്കുന്ന അപ്പായ്ക്ക് നീക്കിയിരിപ്പ് വല്ലതും ഉണ്ടാകുമോ" എന്ന് ചോദിക്കുക പതിവായിരുന്നു. എന്നാൽ അപ്പ അതിനു മറുപടി പറഞ്ഞത് ഇതായിരുന്നു: "അപ്പാവുടെ നീക്കിയിരിപ്പും സമ്പാദ്യവുമെല്ലാം ഞങ്ങൾ 3 പെൺമക്കളാണ്" എന്നായിരുന്നു അപ്പാവുടെ ആ മറുപടി കേട്ട് അപ്പാവോട് ചോദ്യം ചോദിച്ചവരെല്ലാം അപ്പാവെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. എന്നാൽ അവരുടെയെല്ലാം ആ പുഞ്ചിരിയിൽ പല അർത്ഥങ്ങളും അർത്ഥവ്യത്യാസങ്ങളും നിറഞ്ഞു നിന്നിരുന്നു. അത് അപ്പാവും മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അപ്പ വീണ്ടും പറഞ്ഞു: "ഈ 3 പെൺകുട്ടികളായതുകൊണ്ട് നീക്കിയിരിപ്പും സമ്പാദ്യവും ഇല്ല എങ്കിൽ മക്കളെ മറ്റൊരിടത്തേക്ക് വിവാഹം കഴിപ്പിച്ചയക്കുന്നത് അത് എങ്ങനെ നടക്കും എന്നല്ലേ അതിനർത്ഥം?" അതിനും അപ്പായ്ക്ക് മറുപടിയുണ്ടായിരുന്നു: "എൻ്റെ കുട്ടികൾക്ക് എൻ്റെ ഭഗവാൻ നിശ്ചയിക്കുന്ന സമയത്തു തന്നെ വിവാഹം നടന്നിരിക്കും. അതാണ് ഞാനും എൻ്റെ ഭഗവാനും തമ്മിലുള്ള ഉടമ്പടി. ഈ നിർധനനായ കുചേലനെ എൻ്റെ കൂട്ടുകാരൻ കൈവിടില്ല. അതായിരുന്നു അപ്പായ്ക്ക് അവരോടുള്ള മറുപടി. അങ്ങനെ എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് സംഗീതം പഠിപ്പിച്ചു കിട്ടുന്ന ആ തുച്ഛമായ ശമ്പളത്തിൽ സന്തോഷത്തോടും അതിലുപരി സമാധാനത്തോടും ജീവിച്ചു വന്ന ഒരു കുടുംബം അതായിരുന്നു എൻ്റേത്. എന്നാൽ 4½ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു നവരാത്രി മഹോത്സവത്തോടെയാണ് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സന്തോഷവും സമാധാനവും എല്ലാം മാറ്റിമറിച്ചുകൊണ്ടുള്ള സംഭവങ്ങളുടെ തുടക്കം കുറിച്ചത്.